എന്റെ പൊന്നെ, ഈ കടയിൽ സെയിൽസിൽ ആരെയും കാണുന്നില്ലല്ലോ. എനിക്ക് മേലാകെ വേദനയാ. സെയിൽസ് ഗേളൊക്കെ എവിടെ പോയി എന്റെ മാധവ? അതുകൊണ്ടല്ലേ അമ്മേനോട് വരണ്ടെന്ന് പറഞ്ഞത്. അമ്മ വെള്ളത്തിൽ വീണ് മേലൊക്കെ വേദന എടുത്തിരിക്കുവല്ലേ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത്? അമ്മക്ക് റെസ്റ്റ് എടുക്കായിരുന്നില്ലേ? അത് കൊള്ളാം. എന്റെ ബർത്ത്ഡേ അല്ലേ നീ ഷഷ്ടി പൂർത്തിയായിട്ട് ആഘോഷിക്കുന്നേ. അപ്പൊ പിന്നെ എനിക്കല്ലേ ഡ്രസ് എടുക്കുന്നേ? അപ്പൊ ഞാൻ വേണ്ടേ? അയ്യോ, അമ്മക്ക് ഡ്രസ് എടുക്കാൻ തന്നെയാ വന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് ഫോട്ടോ അയച്ചു തരാന്ന്. അതൊന്നും പറ്റത്തില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ എടുക്കും. ഏതെങ്കിലുമൊക്കെ എടുത്ത് ഫോട്ടോ അയച്ചാലേ അതൊന്നും ഇവിടെ എനിക്ക് പറ്റത്തില്ല. എന്നാ പിന്നെ മേല് വേദനയുടെ നമ്മ പറയാൻ നിൽക്കരുത്. നിങ്ങൾ വേഗം ഡ്രസ്സൊക്കെ എടുത്തോ. ഇവിടെ നിന്നാ ശരിയാകില്ല. ഞാൻ ആ വെയിറ്റിംഗ് ഏരിയയിൽ ഉണ്ടാകും. അവന്റെ ദേഷ്യം കണ്ടോ? അവന്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി സാരി വാങ്ങിച്ചു തരുന്ന ദേഷ്യമാണ്. ഇന്ന് അത് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. വരണം. എന്തായിരുന്നു മാഡം വേണ്ടത്? സാരിയോ ചുരിദാറോ എന്തായിരുന്നു നോക്കുന്നത്? എന്റെ പൊന്നുമോളെ, ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി. ഇപ്പോഴാണോ ഇങ്ങോട്ട് വരുന്നേ? ഓണമൊക്കെ വരുന്നതല്ലേ മാഡം, ഒത്തിരി കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അല്ലെ മാഡത്തിന് എന്താ വേണ്ടത്? എനിക്കൊരു വില കൂടിയ പട്ടുസാരി വേണം. തരാലോ. ഏകദേശം എത്ര വിലയാകുമെന്ന് പറയാവോ? അപ്പൊ അതെടുത്ത് കാണിക്കാമല്ലോ. ഇവിടത്തെ ഏറ്റവും വില കൂടിയത് തന്നെ എടുത്തോ. അത് മാഡം ഒരു വില പറയാമോ? അതെന്താ, ഇവിടുത്തെ വില കൂടിയ പട്ടുസാരി എത്രയാന്ന് കുട്ടിക്ക് അറിയില്ലേ? ഇവിടുത്തെ ഏറ്റവും വില കൂടിയ പട്ടുസാരി 5 ലക്ഷം രൂപയുടെയാ. അതാ വിവാഹത്തിന്റെ ഡ്രസ്സൊക്കെ എടുക്കുന്ന സെക്ഷനിലാണ്, ബ്രൈഡ് സെക്ഷനിൽ. 5 ലക്ഷം രൂപ. ഞാൻ ഈ കടയുടെ വിലയൊന്നുമല്ല ചോദിച്ചത്. ഒരു 5000 രൂപയുടെ പട്ടുസാരി കാണിച്ചാൽ മതി. 5000? ഇപ്പൊ എന്റെ പരിപാടി കാണാൻ വരുന്നവർ ഉടുക്കുമല്ലോ 5000 രൂപയുടെ സാരി. 10,000ന്റെ എടുത്തോ. ആ റേഞ്ചിൽ വരുന്ന ഒത്തിരി കളക്ഷൻസ് ഈ കടയിലുണ്ട്. ഞാൻ ഒത്തിരി സാരികൾ കാണിക്കാം. മാഡത്തിന് ഏതാ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഈ നടുക്കോട്ട് നിന്നോളൂ, വെച്ച് നോക്കാം നമുക്ക്. മാഡം ഇങ്ങനെ കണ്ണാടിയുടെ നേരെ നോക്കി നേരെ നിന്നോളൂ കേട്ടോ. ഞാനിപ്പോ സാരി എടുക്കാം. ഈ സാരി എങ്ങനെയുണ്ട് മാഡം? രജനി എങ്ങനെയുണ്ട്? അമ്മ സാരിയൊക്കെ കൊള്ളാം, പക്ഷേ കളർ കുറച്ച് മങ്ങിപ്പോയില്ലേ? അമ്മ തിളങ്ങി നിൽക്കണ്ടേ? പക്ഷെ ഈ കളർ കൊള്ളാട്ടോ. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ഓ, ഞാൻ തിളങ്ങി നിൽക്കണത് ഇതൊക്കെ ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കും ഈ ലൈറ്റ് കളർ എടുക്കാൻ പറഞ്ഞത്. എനിക്കിത് വേണ്ട. ഓക്കെ, അടുത്തത് കാണിക്കാം. അല്ല, ഇതിനെത്രയായിരുന്നു റേറ്റ്? ഇതിന് 16,000. ഇനിയിപ്പോ വേണ്ടല്ലോ, അടുത്തത് കാണിക്കാം. ഓ, 16,000 ആണെങ്കിൽ അത് മേടിച്ചാൽ മതിയായിരുന്നു. ഒരു വില കൂടിയ സാരി കൊടുക്കായിരുന്നു. മാഡം ഇതെങ്ങനെയുണ്ട്, ഇഷ്ടായോ? കല്യാണ പെണ്ണാണോ? അയ്യോ, ഈ കുണിക്കിയുടെ ഒരു കാര്യം അവള് പറയണ കേട്ടില്ലേ, കല്യാണ പെണ്ണാണോന്ന്. എന്റെ ഷഷ്ടി പൂർത്തിയാ, പക്ഷെ പ്രായം തോന്നണ്ടേ? പ്രായം തോന്നുന്നു. കല്യാണത്തിന് പോണേനാണ് അവള് ചോദിച്ചത്. ഓ, കുരുത്തം കിട്ട പിള്ളേര്. അമ്മ ഈ സാരി കൊള്ളാട്ടോ, അമ്മക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. നല്ല ട്രെൻഡിങ് കളറാ. എനിക്കും തോന്നി. ഇതിനെത്രയാ? ഇതിന് 2800. 2800 ഉള്ളോ? കണ്ടാ പറയില്ല. നല്ല സാരി, നല്ല ഭംഗിയുണ്ടമ്മേ. നല്ല ഭംഗിയുണ്ടമ്മേ. ഓ, 10,000 രൂപയുടെങ്കിലും മേടിക്കാൻ വന്ന് എന്നെ കൊണ്ട് അവളെ 2000 രൂപയുടെ സാരി എടുത്ത് തലവെപ്പിക്കുക. ഇവക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടോ? നല്ല ഭംഗിയുണ്ടെങ്കിൽ ഇത് ഗീത എടുത്തോ. നീ എടുത്തോ. എനിക്കൊന്നും വേണ്ട. ഞാനൊരു 1000 രൂപയുടെ സാരി എടുക്കാനാ വന്നത്. നിനക്ക് വേണ്ടെങ്കിൽ മിണ്ടാതിരി. ഇത് എനിക്ക് വേണ്ട. ഈ സാരി നിങ്ങൾ തന്നെ വെച്ചോ. വേറെ സാരി കാണിച്ചേ. ഈ 2800, 3800 അതൊന്നും വേണ്ട. 10,000 രൂപയുടെങ്കിലും സാരി കാണിച്ചാൽ മതി. ഓക്കെ മാഡം, ഇപ്പൊ കൊണ്ടുവരാം. എന്തെത്ര നേരമായിരുന്നു? അച്ഛമ്മയുടെ ഡ്രസ് എടുത്തിട്ട് വേണം തങ്ങളുടെ ഡ്രസ് ഇടാനും അമ്മയുടെ സാരി മേടിക്കാനും അച്ഛയുടെ ഷർട്ട് മേടിക്കാനും. അത് കൊള്ളാം. ഇത് എന്റെ പരിപാടിയാ. എനിക്ക് ആദ്യം എടുക്കണം. അവരങ്ങനെയൊക്കെ പറയും. അമ്മ നോക്കി സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾ അടുത്ത സാരി കൊണ്ടുപോവാ. ഇതെങ്ങനെയുണ്ട് മാഡം? അയ്യേ, ഈ മണ്ണിന്റെ കളർ എനിക്ക് വേണ്ടത്. എന്താ പെരുമ്പാമ്പോ? വേറെ കളർ കൊണ്ടുപോവാ. ഇത് കൊള്ളാവോ മാഡം? പുതിയ മോഡലാ. അയ്യേ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കളർ ഇതൊന്നും വേണ്ട. വേറെ കൊണ്ടോ, വേറെ. അച്ഛമ്മ ഫാസ്റ്റ്, ഞങ്ങൾക്ക് എടുക്കണം. അയ്യോ, എന്റെ ലല്ലിമോള് നിന്ന് വിഷമിച്ചോ? എന്നാ അച്ഛമ്മ വേഗം എടുക്കാട്ടോ. ഇതെങ്ങനെയുണ്ട് മാഡം? കളറൊക്കെ കൊള്ളാം. എന്താ വില? ഇതിന് ഇത്തിരി കാശ് കൂടൂട്ടോ. 22,000. അമ്മ സൂപ്പർ. ഇത് വെച്ചപ്പോ തന്നെ അമ്മയുടെ മുഖത്ത് എന്തൊരു വെട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അയ്യോ, 22,000? അത്രയും രൂപയുടെ എടുത്താ ബാക്കി എല്ലാവർക്കും വാങ്ങണ്ടേ? മാധവൻ ചേട്ടന്റെ കയ്യിൽ കാശ് തികയോന്നാവോ? അച്ഛന്റെ കാശ് തീർക്കും. മോളെ, ഇത് കൊള്ളാം. ഇതൊന്നും തന്നെ ഉടുപ്പിച്ച് നോക്കിയേ. അല്ല അമ്മ, അതിന് 22,000 അല്ലേ? നീ ഒന്നും മിണ്ടാതിരി. എന്റെ മോനല്ലേ കാശ് കൊടുക്കണം, അവൻ കൊടുത്തോളും. എനിക്ക് ഉടുപ്പിച്ച് നോക്കാം. മാഡം ഈ സ്റ്റാൻഡിന്റെ പൊക്കത്തേക്ക് കയറി നിന്നോ. രജനി ഓക്കെ അല്ലേ? ഈ സാരി പോരെ? നോക്കട്ടെ അമ്മേ. അയ്യോ, എന്തൊരു സോഫ്റ്റ് പട്ടുസാരി. അയ്യോ, പളവള മിനുങ്ങുന്നു. എന്ത് ഭംഗിയാമ്മ ഇത് കാണാൻ. രജനിക്ക് ഇത് ഇഷ്ടായോ? അമ്മ, എനിക്ക് ഇഷ്ടായി. പക്ഷെ അമ്മക്ക് വേണ്ടിയല്ലേ മേടിക്കുന്നേ. അതൊന്നും സാരിയില്ല. മാധവനോട് ഞാൻ പറഞ്ഞോളാം. നീ വേണമെങ്കിൽ സാരി എടുത്തോ. അയ്യോ അമ്മേ, രജനിക്ക് ഇത്രയും വലിയ സാരി ആണെങ്കിൽ പിന്നെ അമ്മക്ക് എന്തെടുക്കും? ബാക്കി എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണ്ടേ? എന്റെ പൊന്നഗീത, നിന്റെ ദാരിദ്ര്യം പറിച്ചിൽ ഒന്ന് നിർത്ത. എന്റെ മോനല്ലേ കാശ് കൊടുക്കണേ. അയ്യേ, ഇതെന്തൊരു ഫാമിലി. ഇവരെന്താ ഇവിടെ ഒന്ന് തല്ലി പിടിക്കണേ? അല്ല, മോൾ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ലേ. ഈ സാരി ഉടുപ്പിച്ച് നോക്കാന്ന് പറഞ്ഞതാ. ഇതിന്റെ വേറൊരു കളർ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോ.
ഇന്നാ മാഡം, ആ സാരിയുടെ ഒരു റാണി പിങ്ക് ഷെയ്ഡ് കൂടിയുണ്ട്. ഇതിനാണെങ്കിൽ 20,000 വരുന്നുള്ളൂ, അതിന് 22,000. രജനിക്ക് ആ റെഡ് ഭയങ്കര ഇഷ്ടമായെന്നല്ലേ പറഞ്ഞേ? രജനി അതെടുത്തോ, അമ്മ ദേ ഈ റാണി പിങ്ക് എടുത്തോളാം. ഇവർ രണ്ടുപേരും ഈ സാരി എടുത്താ ബാക്കി ഇത്രയും പേർക്ക് ഡ്രസ്സ് വാങ്ങാൻ എവിടെ പൈസ ഉണ്ടാകാനാ? ഇവർക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? വേഗം എന്നെ എന്റെ മോളെ ഈ സാരി ഒന്ന് ഉടുപ്പിച്ച് കാണിച്ചേ. മാധവൻ ചേട്ടനെ പോയി വിളിച്ചോണ്ട് വരാം, അതേ ഇനി രക്ഷയുള്ളൂ. ഇവിടെ നിൽക്കൂട്ടോ മാഡം, ഞാൻ സാരി നന്നായിട്ട് ഉടുപ്പിക്കുന്ന ആ ഡ്രൈപ്പിസ്റ്റിനെ വിളിച്ചിട്ട് വരാം. അമ്മ പറഞ്ഞ കേട്ടില്ല അച്ഛാമ്മേ, ഇത്രയും വിലയുള്ള സാരി എടുത്താ ബാക്കി ഞങ്ങൾ 7 പേരില്ലേ, ഇത്രയും പേർക്ക് ഡ്രസ്സ് എടുക്കാൻ അച്ഛൻ്റെ കാശുണ്ടാവില്ല. എടി വല്ലപ്പോഴും അല്ലേടി ഇങ്ങനെയൊക്കെ എടുക്കുന്നുള്ളൂ, ഇനി ഇത് എടുത്താൽ മതി, ഓണക്കോടി വേറെ എടുക്കണ്ട, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ആന്റി, ഇത് ഭയങ്കര കൂടുതലല്ലേ? ഈ സാരി കണ്ടിട്ട് 20,000 രൂപയുടെ പകിട്ടൊന്നും തോന്നുന്നില്ല. ഓ, നേഹക്ക് എന്താ കുശുമ്പാണോ? ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ ഞങ്ങൾ ഇങ്ങനെയാ പിശുക്കൊന്നും കാണിക്കാറില്ല. നേഹക്ക് അത് ശീലമില്ലാഞ്ഞിട്ടായിരിക്കും. അയ്യ കുശുമ്പോ, ഞാൻ ഇതിനാ നിങ്ങളോട് കുശുമ്പ് കാണിക്കണേ? നിങ്ങൾ എന്തെങ്കിലും വാങ്ങൂ, ഞാൻ വെറുതെ വന്നതേ ഉള്ളൂ. അഭിപ്രായം പറയാൻ വന്നേക്കുന്നു. എന്താ അമ്മേ, സാരി എടുത്തോ? ആ, നീ വന്നോ? കറക്റ്റ് സമയത്താ നീ വന്നേ. 2 സാരി എടുത്തോ. അമ്മക്ക് നീ ഒരു പിങ്കോ റാണി പിങ്കോ എന്താണ്ടൊക്കെ ഒരു പിങ്ക്, പിന്നെ ദേ രജനിക്ക് ആ റെഡ് സാരി എടുത്തു മോനെ, നല്ല ഭംഗിയില്ലേ? പാക്ക് ചെയ്യട്ടെ. ആ, എത്ര രൂപ അമ്മേ? അധികം വിലയൊന്നും ഇല്ലടാ. എന്നാലും എത്രയാ? എന്റെ സാരിക്ക് 20,000, അവരുടെ സാരിക്ക് 22. എന്റെ പൊന്നമ്മ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങണം? ഇത് അമ്മയുടെ കല്യാണാണോ? നീ എന്താടാ ഈ പറയണേ? 100 പേര് വിളിക്കുന്ന ഫംഗ്ഷൻ അല്ലേ? അമ്മേ, ആ ഫംഗ്ഷന് മൊത്തം 40,000 രൂപയാ ചെലവ്. അതിനമ്മ സാരി മാത്രം 2 കൂടി 42,000 എടുത്താൽ എങ്ങനെ ശരിയാവും? എന്നാ നീ പറയുന്ന സാരി എടുക്കാം, വല്ല കോട്ട സാരി എടുക്കാം, മതിയോ? ചേട്ടാ, ഈ സാരി നല്ലതാ, അതുകൊണ്ടാ ഞാൻ എടുത്തേ. ചേട്ടനല്ലേ പറഞ്ഞത് സാരിയൊക്കെ വാങ്ങിത്തരാൻ വരാൻ? അതുകൊണ്ടാ ഞങ്ങൾ വന്നിട്ട് സെലക്ട് ചെയ്തേ. ചേട്ടന് ഇഷ്ടമല്ലെങ്കിൽ നേരത്തെ പറയായിരുന്നില്ലേ? നിങ്ങൾ രണ്ടും ഈ സാരി എടുത്തെന്ന് ഉറപ്പാണോ? അതെ, ഉറപ്പിച്ചു, ഞങ്ങൾ എടുത്തു. ആ സെയിൽസ് ഗേൾ എവിടെ? ഇതേപോലത്തെ വേറൊരു കളറും കൂടി ഉണ്ടോ നോക്ക്. ഓ, അതെന്തിനാണ് വേറെ കളർ? ഞങ്ങൾക്ക് വാങ്ങിത്തരാനാണോ? എടി, ഈ കളർ മതി ഞങ്ങൾക്ക്. നിങ്ങൾക്കല്ല, അമ്മയും രജനും ഒരേപോലത്തെ സാരി എടുക്കുമ്പോ ഗീത മാത്രം മാറി നിൽക്കണ എന്തിനാ? ഗീതയും എടുക്കട്ടെ, ഇതിന്റെ വേറെ ഷെയ്ഡ്. അയ്യോ, എനിക്ക് വേണ്ട ഇത്രയും വില കൂടിയ സാരി. എടാ, നീ എന്തായി പറയണ? 20,000 രൂപയാണ് ഈ സാരി. അതെനിക്കറിയാം, അമ്മ പറഞ്ഞതല്ലേ. എടാ, 3 പേരും കൂടി ഈ സാരി എടുത്താ സാരിക്ക് മാത്രം 10,000-20,000 രൂപയാകില്ലേ? പിന്നെ നിങ്ങൾ രണ്ടും ഒരേപോലത്തെ സാരി ഇടുമ്പോ ഗീതനെ മാത്രം മാറ്റി നിർത്താൻ പറ്റുമോ? അവളും എടുക്കട്ടെ ഈ സാരി. ആ സാരി ഇങ്ങോട്ട് വന്ന രജനി. ഇന്നാ ഞങ്ങളുടെ 2 പേരുടെ സാരി ഉണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് ഈ സാരി വേണ്ട. അതെന്താ വേണ്ടാത്തെ? വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഞങ്ങൾ വേറെ നോക്കിക്കോളാം. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കൊണ്ടേ കൊടുത്തോളാം. അമ്മ എന്താ അമ്മ കാണിച്ച? നല്ല സാരി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ചെലവിൽ ഗീത അങ്ങനെ 20,000 രൂപയുടെ സാരി ഒന്നും എടുക്കണ്ട. മാഡം, സാരി ഉടുപ്പിക്കാൻ ഇപ്പൊ ആള് വരും കേട്ടോ, അവിടെ തിരക്കായിട്ട്. ഒരു 5 മിനിറ്റ്. ഓ, ആ സാരി ഒന്നും വേണ്ട. അയ്യോ, അതെന്ത് പറ്റി? അത് വേണ്ട. അല്ല, നിങ്ങളുടെ കയ്യിരിക്കുന്ന സാരി കൊള്ളാലോ. ഇതിന് എത്രയാ? ഓ, ഇതിന് 4,000 രൂപയാണ് മാഡം. ആ, നോക്കട്ടെ. ആ, എനിക്ക് ഈ സാരി മതി, നല്ല പച്ച പട്ട് സാരി, എനിക്ക് ഇത് മതി. എങ്കിൽ ആയിക്കോട്ടെ മാഡം. വേറെ എന്തായിരുന്നു മാഡം വേണ്ടത്? ഇനി എന്റെ മോക്കും അവളുടെ കൊച്ചുമോക്കൊക്കെ പറ്റിയ ഡ്രസ്സ് വേണം. ഞങ്ങൾ എന്തായാലും അപ്പുറത്തെ സെക്ഷനിൽ നിന്നൊക്കെ നോക്കട്ടെ, നമുക്ക് അങ്ങോട്ട് നടക്കാം, വാ. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഗൗൺ ഇഷ്ടായോ? അമ്മയുടെ സെലക്ഷൻ സൂപ്പർ, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടായി. കുണിക്ക് ഇത് അല്ലിമോൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തതാ. നിങ്ങൾ എല്ലാവരും ഒരേ കളർ പോലത്തെ ഇട്ട് നിൽക്കട്ടെ എന്ന് കരുതി. നല്ല ഭംഗിയില്ലേ ഇത്? ആഹാ, ഉണ്ണിമോൾ ഉടുപ്പിട്ട് നോക്കിയോ? എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഉടുപ്പിടാൻ അവള് സമ്മതിച്ചില്ല. ഞാൻ പൊക്കത്തൂടി വെച്ച് നോക്കിയുള്ളൂ. ഉടുപ്പൊന്നും വേണ്ടായിരുന്നു ചേച്ചി. ഉടുപ്പ് വേണ്ടെന്നോ? എല്ലാവരും ഒരേപോലെ ഉടുപ്പിട്ട് നിൽക്കുമ്പോൾ ഉണ്ണിമോൾ ഓർമ്മപ്പം നീല ഉടുപ്പിട്ട് നിൽക്കണ്ടേ? അതല്ലേ ചേച്ചി, അച്ചാമ്മക്കൊന്നും ഇഷ്ടപ്പെടില്ല, അതാ. അതൊന്നും നീ നോക്കണ്ട. കൊച്ചിന് ഉടുപ്പെടുത്ത് തന്നത് ഞങ്ങളല്ലേ, അച്ചാമ്മ എന്നെയൊന്നും നീ നോക്കണ്ട. എനിക്ക് ആ സാരി എത്ര ഇഷ്ടമായെന്നറിയോ? മനഃപൂർവ്വം ഗീതേച്ചി മാധവേട്ടനെ വിളിച്ചുകൊണ്ട് വന്നതാ, അല്ലെങ്കിൽ ഞാൻ ആ സാരി എടുത്തേനെ. ബില്ലടിക്കുമ്പോഴേ അറിയുമായിരുന്നുള്ളൂ. ഞാൻ ഫോൺ ചെയ്ത് പറയുമ്പോൾ നീ വിശ്വസിക്കൂലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ അവളുടെ സ്വഭാവം? ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗൗണോ പാവാടയോ എന്തോ സെലക്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ലല്ലിമോക്കും എടുത്ത് വെച്ചിട്ടുണ്ടാവും വില കുറഞ്ഞ എന്തെങ്കിലും. അത് സമ്മതിച്ചു കൊടുക്കരുത്. സാരിയിൽ പറ്റിയ അബദ്ധം നമുക്ക് ഗൗണിൽ തീർക്കണം. അവൾ എന്തെടുത്താലും നമ്മളത് വേണ്ടെന്ന് പറയണം. എന്നിട്ട് വില കൂടിയ വേറെ മേടിക്കണം കൊച്ചിന്. അത് ശരിയാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ലേ മേ, ഗീതേച്ചി നമ്മൾ വരുന്നതിന് മുമ്പ് എല്ലാവർക്കും ഉടുപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓ, എന്റെ മോന്റെ കാശ് കൊണ്ട് അവന്റെ അനിയത്തിയുടെ കൊച്ചിന് വരെ ഉടുപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആ, അമ്മേ രജനി വന്നോ? നിങ്ങൾ അപ്പുറത്തെ സെക്ഷനിൽ തുണി നോക്കാൻ പോയിട്ട് എത്ര നേരമായി? ഞാൻ ദേ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് രജനി അപ്പച്ചി, ഉടുപ്പ് കൊള്ളാമോ? ആ, നല്ല ഉടുപ്പാണ് ഇത് മോളെ. ഇത് ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിലെ ഫെയർവെല്ലിന് ഇട്ടതാന്ന് തോന്നുന്നു. അത്രയും പഴയ മോഡലാ ഇത്. കൊള്ളാം, നിനക്ക് നല്ലതായിട്ട് ചേരുന്നുണ്ട്. അതിനപ്പച്ചി 10ാം ക്ലാസ് ഒന്നും പോയിട്ടില്ലെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. വെറുതെ നോണ പറയണ്ട, ഇത് ഇപ്പോഴത്തെ മോഡലാ. ഓ, ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് ഇത് മോളെ. ലല്ലിമോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. വന്ന് ഈ ഉടുപ്പൊന്ന് ഇട്ട് നോക്കിക്കേ. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. ലല്ലിമോക്ക് ഇഷ്ടായില്ലേ? എനിക്ക് ഈ കളർ ഇഷ്ടായില്ല. അയ്യോ, കളർ ഇഷ്ടായില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എല്ലാ കുട്ടികളും ബ്ലൂ ഇട്ടാ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഈ കളർ ഇടണ്ടേ? അല്ല ഗീത, ഈ ഡ്രസ്സിന് എത്രയായി? എല്ലാ ഡ്രസ്സും 1500-ൽ താഴെയാ വരുന്നത്. കുണുക്കന്റെ മാത്രം 2000 ആയി. കാരണം അത് ഒറിജിനൽ സിൽക്കിന്റെ ജുബയാന്നാ പറഞ്ഞേ.
എന്റെ പൊന്നു ഗീതേ, ഇത്രയും വലിയ ഫംഗ്ഷൻ വെച്ചിട്ട് നീ ഇങ്ങനെ വിശക്ക് കാണിക്കല്ലേ. ലല്ലിമോക്ക് ഒരു 3000 എങ്കിലും വേണം. നീ ഇതുകൊണ്ട് വെച്ചിട്ട് അതെടുത്തോണ്ട് വാ. അമ്മേ, ഞാൻ കുറെ നോക്കി, എല്ലാവർക്കും ഒരേപോലത്തെ എടുക്കണ്ടേ. പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ ക്വാളിറ്റി കണ്ട 1500 കൂടുതൽ തോന്നും. നല്ലതാ അമ്മേ ഇത്. പിന്നെ നല്ലത്, ഞാൻ വേറെ ഒരെണ്ണം പോയി എടുത്തോണ്ട് വരാം. ഈ കളർ തന്നെ പോരെ. ലല്ലിമോളെ വിഷമിക്കണ്ട കേട്ടോ, അച്ചാമ്മ ഇപ്പൊ ബെസ്റ്റ് ഉടുപ്പ് കൊണ്ടുവരും. ഇന്നലെ ഈ ഉടുപ്പൊന്ന് ഇട്ടിട്ട് വന്നേ. ഓ എന്റെ ദൈവമേ, എന്ത് ചേലി ഉടുപ്പിട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അമ്മേ അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ നല്ലത് എടുത്തോണ്ട് വരാന്ന്. ഇതാണെങ്കിൽ 3500 രൂപയുടെ ഗൗണ, നല്ല ഭംഗിയുണ്ട്. കുണിക്കുമ്പോൾ ഇട്ടേക്കുന്ന ഉടുപ്പ് നല്ലതാട്ടോ, ഇനി ഇത് മാറ്റണ്ട. നല്ലതാന്ന് നിങ്ങളുടെ അമ്മ മാത്രമേ പറയൂ. എന്റെ ലല്ലിമോളുടെ ഉടുപ്പ് നോക്ക്, നിങ്ങൾക്കൊന്നും അടുത്ത് നിൽക്കാൻ പോലും പറ്റത്തില്ല. അതുപോലത്തെ മേടിക്കണമെങ്കിൽ നിങ്ങളുടെ അമ്മക്ക് സെലക്ഷൻ വേണം. നിങ്ങളുടെ അമ്മക്ക് സെലക്ഷൻ ഇല്ല. സെലക്ഷൻ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല പിള്ളേരെ. 1500-നുള്ളിൽ ഒതുങ്ങുന്ന ഉടുപ്പ് എടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതെടുത്തത്. 3500-ന്റെ 4000-ന്റെ ഒക്കെ എടുക്കാനാണെങ്കിലേ ഇതിലും അടിപൊളി ഉടുപ്പ് ഞാൻ എടുത്തോണ്ട് വന്നേനെ. എന്തായി നിങ്ങളുടെ ഉടുപ്പിന്റെ സെലക്ഷൻ കഴിഞ്ഞോ? കഴിഞ്ഞു മാധവൻ ചേട്ടാ, എല്ലാവർക്കും കുട്ടികൾക്ക് ഒരേപോലത്തെ ഉടുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ആഹാ, എല്ലാവരുടെ ഉടുപ്പ് നല്ല ഭംഗിയുണ്ട്. അല്ല, നിന്റെ കയ്യിൽ എന്താ ഒരു എക്സ്ട്രാ ഉടുപ്പ്? അത് ഞാൻ ലല്ലിമോക്ക് വേണ്ടി സെലക്ട് ചെയ്തതാ. പക്ഷെ അവർക്കത് ഇഷ്ടമായില്ല, വില കുറഞ്ഞു പോയെന്നാ പറയണേ. അതുകൊണ്ട് ഇരട്ടി വിലയുടെ വേറൊരു ഉടുപ്പ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഏതായാലും ആ ഉടുപ്പ് ഇങ്ങോട്ട് തന്നേക്ക്. ആ ലല്ലിമോടെ അമ്മായി സെലക്ട് ചെയ്തതല്ലേ, അവർക്ക് കൊടുത്തേക്ക്. എപ്പോഴെങ്കിലും ഒക്കെ ഇടാലോ വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ. ലല്ലിമോക്ക് മാത്രം 2 ഉടുപ്പോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും വേണം. ആ കൂട്ടത്തിൽ ഏറ്റവും മൂത്തവളാണ്, അവരുടെ കുശുമ്പ് കണ്ടില്ലേ. അച്ഛൻ എന്താ അച്ഛമ്മ പറയണേ? എല്ലാവർക്കും ഉടുപ്പെടുക്കാൻ വന്നിട്ട് ഓരോ ഉടുപ്പെടുത്തു, ലല്ലിമോക്ക് മാത്രം 2 ഉടുപ്പെടുക്കണത് എന്താ? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എനിക്ക് 2 or 3 ഉടുപ്പൊക്കെ എടുക്കും. അതിന് നിങ്ങൾക്ക് എന്താ? ഓ, ഒന്ന് തർക്കമൊന്നും വേണ്ട ഗീത. ആ ഉടുപ്പ് കൂടി ബില്ലടിച്ചേക്ക്, അത് എടുത്തേക്ക്. നന്നായിട മാധവ, നീ അവരോട് പറഞ്ഞത് നന്നായി. അതങ്ങോട്ട് ബില്ലടിച്ചേര്. ഇപ്പൊ എല്ലാത്തിനും വായടഞ്ഞല്ലോ. അമ്മേ, അത് ലല്ലിമോക്ക് വേണ്ടിയല്ല. ലല്ലിമോക്ക് വേണ്ടിയല്ലെന്നും പിന്നെ ആർക്കാടാ? ആ ഉടുപ്പ് എടുത്തോ. നമ്മുടെ ഇവിടെ ജോലിക്കൊക്കെ വരുന്നത്, നമ്മുടെ അപ്പുറത്തെ ലൈനിലൊരു അമ്മൂമ്മയും കുട്ടിയില്ലേ, മീനൂട്ടി. നമ്മുടെ വീട്ടിൽ പഴയ ബാഗ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അവരെ ഞാൻ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് കൊടുക്കാം, അവർ ഭയങ്കര കഷ്ടത്തിലാണല്ലോ. എടാ മാധവ, നീ എന്താടാ ഈ പറയണ? ആ കൊച്ചിനെതിരെ നമ്മൾ ഉടുപ്പെടുത്ത് കൊടുക്കണം. ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ വല്ല 100-200-ന്റെ ഉടുപ്പ്. ഇതിപ്പോ നമ്മുടെ പിള്ളേരിടുന്ന അതേ കളർ തന്നെ. എന്ത് കാര്യം? അമ്മ കളർ ഒന്നും ഞാൻ നോക്കിയില്ല. എന്തായാലും ഗീതൊരെണ്ണം സെലക്ട് ചെയ്തില്ല, അതുകൊണ്ടേ കൊടുക്കാം. കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണ്ടേമേ. എന്റെ പൊന്നെ, ഇത്രയും വില കൂടി ഉടുപ്പാണോടാ ആ കൊച്ചിന് കൊടുക്കുന്നത്? അത് കൊള്ളാം. ഇപ്പൊ വില കൂടിയോ? വില കുറവാണെന്ന് പറഞ്ഞല്ലേ അമ്മ പോയിട്ട് വേറെ ഉടുപ്പെടുത്തത്. എന്റെ പൊന്നെ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അത് നന്നായി മാധവൻ ചേട്ടാ. നമ്മൾ ഇത്രയും വലിയ പരിപാടിയൊക്കെ നടത്തുമ്പോൾ പാവങ്ങളെ സഹായിക്കുന്നത് നല്ലതാ. മമ്മി, എനിക്ക് ആ ഉടുപ്പും വേണം. രണ്ടും കൂടി നടക്കില്ല ലല്ലിമോളെ. ഏതെങ്കിലും ഒരു ഉടുപ്പ് സെലക്ട് ചെയ്താൽ മതി. എല്ലാവർക്കും ഒരേപോലെ എടുക്കാനല്ലേ വന്നത്. അയ്യേ, ലളിത ചേച്ചി പോയി.